വിവാദത്തിരയോ എന്നതാണ് ചോദ്യം. സുനിൽ, വിവാദങ്ങൾ തീരുന്നില്ല അല്ലേ? അതെ, വിവാദങ്ങൾ കത്തിപ്പടരുകയാണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് MSC കമ്പനിയോ അല്ലെങ്കിൽ അദാനി കമ്പനിയോ ഒന്നും അല്ല പ്രശ്നം. ഇവിടെ അദാനി ചട്ടവിരുദ്ധമായി അല്ലെങ്കിൽ കരാറിന് വിരുദ്ധമായി ചില നീക്കങ്ങൾ നടത്തി. ആ നീക്കങ്ങൾ ചോദ്യം ചെയ്യാനുള്ളൊരു പൊളിറ്റിക്കൽ വിൽ ഈ ഗവൺമെൻറ്റിനുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം. ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യം നമുക്കറിയാം. ഏതാണ്ട് 8,867 കോടി രൂപയാണ് ഇതുവരെ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി ചിലവാക്കിയിരിക്കുന്നത്. അതിൽ 61.5% പണവും ചിലവാക്കിയത് കേരള സർക്കാരാണ്. 5,370 കോടി രൂപ. കേന്ദ്ര സർക്കാർ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് എന്ന നിലയിൽ 818 കോടി രൂപ സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ട്. അത് പിന്നീട് തിരിച്ചു നൽകേണ്ട പണമാണ്. അങ്ങനെ 9.6% പണം കേന്ദ്ര സർക്കാരും വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി നിക്ഷേപിച്ചിട്ടുണ്ട്. 2,497 കോടി രൂപയാണ് അദാനി വിഴിഞ്ഞം തുറമുഖത്തിനായി നിക്ഷേപിച്ചിരിക്കുന്നത്. ഏതാണ്ട് 28.9%. ഈ 28.9% അദാനിക്ക് വേണ്ടി നിക്ഷേപിച്ചിരിക്കുന്നതാണ് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ ഇതൊരു ഷെയറല്ല, ഇതൊരു പങ്കാളിത്തമാണ്, ഇതൊരു പങ്കാളിത്ത നിക്ഷേപമാണ്. അപ്പോൾ ആ പങ്കാളിത്ത നിക്ഷേപത്തിൽ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ 100% ഓഹരികളിൽ 49% ഓഹരി ഇപ്പോൾ MSC എന്ന് പറയുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിക്ക്, ഷിപ്പിംഗ് കമ്പനിക്ക് അദാനി കൈമാറിയിരിക്കുകയാണ്. അത് കൈമാറിക്കൊണ്ട് 29-ാം തീയതി അതിൻ്റെ കരാർ ഒപ്പുവെച്ചു. ജൂൺ 29-ന്. ജൂൺ 30-ാം തീയതി അത് സെബിയെ അറിയിച്ചു. അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെയും അക്കാര്യം അറിയിച്ചുകൊണ്ട് അദാനി നൽകിയ കത്തിൻ്റെ പകർപ്പാണിത്. ഈ കത്തിൻ്റെ പകർപ്പിൽ അദാനി വിശദീകരിക്കുന്നുണ്ട്, ഇത് ദ ട്രാൻസാക്ഷൻ ഈസ് സബ്ജക്റ്റ് ടു കസ്റ്റമറി അപ്രൂവൽ ഇൻക്ലൂഡിംഗ് റെഗുലേറ്ററി വൺ. അതായത് ഔദ്യോഗികമായിട്ടുള്ള അനുമതികൾക്ക് ശേഷം മാത്രമായിരിക്കും, ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നുള്ള അനുമതിയോടെ മാത്രമായിരിക്കും ഈ കരാർ അന്തിമ രൂപമാവുക എന്ന് അദാനി വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഒറിജിനൽ വിഴിഞ്ഞം കരാർ, വിഴിഞ്ഞം തുറമുഖം ഉണ്ടാക്കുന്നതിന് വേണ്ടി അദാനിയും കേരള സർക്കാരും ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഒറിജിനൽ കരാറിൽ കൃത്യമായ വ്യവസ്ഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വ്യവസ്ഥകളിലൊക്കെ തന്നെ ഒരുപാട് പാളിച്ചകളുണ്ട്. കാരണം ഈ കരാറിൽ 30% പണം നിക്ഷേപിക്കുന്ന അദാനിക്ക് 30 വർഷം അതിൻ്റെ മുഴുവൻ ലാഭവും എടുക്കാമെന്നാണ് ആ കരാറിൽ എഴുതി വച്ചിരിക്കുന്നത്. 30 വർഷവും ഈ 61%, ഏതാണ്ട് 70%-ഓളം തുക നിക്ഷേപിക്കുന്ന കേരള സർക്കാരിനും കേന്ദ്ര സർക്കാരിനും 10 പൈസ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കിട്ടാൻ പോകുന്നില്ല. മുഴുവൻ പണവും അദാനിക്കാണ് 30 വർഷത്തേക്ക്. 30 വർഷം കഴിയുമ്പോഴാണ് 1% തുക 31-ാമത്തെ വർഷം കിട്ടുന്നത്. പിന്നീട് അങ്ങോട്ട് ഓരോ വർഷവും ഓരോ ശതമാനം വെച്ച് കൂടും. പക്ഷേ അദാനിയുടെ പക്കലുള്ള ഈ ഒരു ഭാഗം എന്ന് പറയുന്ന 28.9% എന്ന് പറയുന്ന അദാനിയുടെ പങ്കാളിത്തം എന്ന് പറയുന്ന അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഈ ഷെയറുകളിൽ 49% ഷെയറാണ് അദാനി MSC ഗ്രൂപ്പിന് വിറ്റിരിക്കുന്നത്. പക്ഷേ അത് എങ്ങനെ അദാനി വിൽക്കും എന്നുള്ളതാണ്. അതായത് വിഴിഞ്ഞം പോർട്ട്, വിഴിഞ്ഞം തുറമുഖം ഒറിജിനൽ കരാർ പ്രകാരം കേരള സർക്കാരും അദാനിയും തമ്മിൽ ഒപ്പുവെച്ചിട്ടുള്ള കരാർ പ്രകാരം ഒരുപാട് ക്ലോസുകളുണ്ട്. ആ ക്ലോസിൻ്റെ 5.3 എല്ലാവരും ചൂണ്ടിക്കാണിച്ചതാണ്. വളരെ കൃത്യമായി പറയുന്നുണ്ട്, കൺസെഷണർ ഷാൽ നോട്ട് അണ്ടർടേക്ക് ഓർ പെർമിറ്റ് എനി ചേഞ്ച് ഇൻ ഓണർഷിപ്പ് എക്സെപ്റ്റ് വിത്ത് ദ പ്രയർ അപ്രൂവൽ ഓഫ് അതോറിറ്റി. അതായത് അതോറിറ്റിയുടെ മുൻകൂർ അനുമതിയില്ലാതെ ഒരു കാരണവശാലും ഓണർഷിപ്പ് ചേഞ്ച് പാടില്ല. അപ്പോൾ അദാനിക്ക് വാദിക്കാം, ഇവിടെ ഓണർഷിപ്പ് ചേഞ്ച് ഇല്ലല്ലോ, 51% ഷെയർ ഞങ്ങളുടെ കയ്യിലാണല്ലോ എന്ന് വേണമെങ്കിൽ അദാനിക്ക് വാദിക്കാം. 49% ഷെയർ അല്ലേ കൈമാറുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ അദാനിക്ക് വാദിക്കാം. അപ്പോൾ അതിൻ്റെ നേരെ താഴെ വേണം 532 ക്ലോസ് 532 വന്നാൽ 32-ൽ ബി ക്ലോസിലെ 532B വന്നാൽ അതിന് മുൻപിൽ എയിൽ പറയുന്നുണ്ട്, ഇൻ അഗ്രിഗേറ്റ് ഓഫ് 25% ഓർ മോർ ഓഫ് ദ ടോട്ടൽ ഇക്വിറ്റി ഓഫ് ദ കൺസെഷണർ ഓർ. അത് കഴിഞ്ഞ് ബിയിൽ പറയുന്നത് അക്വിസിഷൻ ഓഫ് എനി കൺട്രോൾ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദ കൺസെഷണർ ബൈ എനി പേഴ്സൺ either by himself or together with any person or person acting in concert with him. അതായത് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, നേരിട്ടോ പരോക്ഷമായോ, നേരിട്ടാവണമെന്നില്ല, പരോക്ഷമായിട്ട്. അതായത് ഈ അദാനി വിൽക്കുന്ന ഷെയറുകളിൽ 25%-ൽ കൂടുതൽ ഷെയർ ഓഹരി അത് മറ്റൊരു കമ്പനിക്ക് വിൽക്കുന്നുണ്ടെങ്കിൽ അതിന് മുൻകൂർ അനുമതി കേരള സർക്കാരിൽ നിന്ന് വാങ്ങണം എന്ന് ഈ കരാറിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ 25%-ൽ കൂടുതൽ ഓഹരി വിൽക്കുമ്പോൾ ആ വിൽക്കുന്ന ഓഹരി
ഓഹരിയിലൂടെ ഏതെങ്കിലും ഒരു കമ്പനി നേരിട്ടോ പരോക്ഷമായോ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിലേക്ക് വരാൻ പാടില്ല. അങ്ങനെ വരണമെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വേണം എന്ന് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഒറിജിനൽ കരാറിൽ എഴുതി വച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അദാനിക്കുള്ളത് 28.7% ഓഹരിയാണ് എന്നൊന്നും വാദിച്ചിട്ട് കാര്യമില്ല. അദാനിക്കുള്ള മുഴുവൻ ഷെയറിൽ അത് എത്രയാണോ ആ മുഴുവൻ ഷെയറിൽ 25% ഷെയറിൽ കൂടുതൽ വിൽക്കണമെങ്കിൽ അതിന് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി വേണം, മുൻകൂർ അനുമതി വേണം. അതുകൊണ്ടാണ് ജൂലൈ 1-ാം തീയതി അദാനി ഗ്രൂപ്പ് മുഖ്യമന്ത്രി VD സതീശന് അനുമതി തേടി കത്ത് നൽകിയിരിക്കുന്നത്. അനുമതി തേടിയാണ് കത്ത് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഷെയർ ട്രാൻസാക്ഷന് അനുമതി വേണം എന്നാവശ്യപ്പെട്ടാണ് കത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എങ്ങനെയാണ് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ കഴിയുക എന്നത് സംബന്ധിച്ചുള്ള ചോദ്യമാണല്ലോ. അതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ് പൊളിറ്റിക്കൽ വിൽ വേണം, ഇവിടെ പൊളിറ്റിക്കൽ വിൽ വേണം ഇത് ചോദ്യം ചെയ്യാൻ. ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയാണ് അദാനി ഇവിടെ വേണം, അദാനി മാത്രമേ ഉള്ളൂ, അദാനിയിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനാകൂ, അതുകൊണ്ട് അദാനിയെ പിണക്കരുത്, അദാനി ഒപ്പം നിർത്തണം എന്നതാണ് നിലപാടെങ്കിൽ അദാനി ചെയ്യുന്ന ചട്ടലംഘനങ്ങളും നിയമലംഘനങ്ങളും ഒക്കെ തന്നെ സർക്കാരിന് വേണമെങ്കിൽ കണ്ണടച്ച് സർക്കാരിന് വേണമെങ്കിൽ അദാനിയെ മുന്നോട്ട് കൊണ്ടുപോകാം. ഈ MSC കരാറിന് ഇപ്പോൾ അനുമതി നൽകിക്കൊണ്ട് ഒരു തീരുമാനമെടുക്കാം, അതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ അദാനിയെ പിടിക്കണം, അദാനി ചെയ്ത് തെറ്റാണ് എന്ന് സർക്കാരിന് ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ കരാർ പ്രകാരം തന്നെ, ഒറിജിനൽ കരാർ പ്രകാരം തന്നെ അതിന് കൃത്യമായ വ്യവസ്ഥകൾ സംസ്ഥാന സർക്കാരിൻ്റെ പക്കലുണ്ട്. ഈ കരാറിൻ്റെ ടെർമിനേഷൻ സംബന്ധിച്ച് ഈ ഒറിജിനൽ കരാറിൽ 37-38 ക്ലോസുകളിൽ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ക്ലോസ് 38(1) അതിൽ പറയുന്നത് എ ചേഞ്ച് ഇൻ ഓണർഷിപ്പ് ഈസ് ഒക്കേർഡ് ഇൻ ബ്രീച്ച് ഓഫ് പ്രൊവിഷൻ ഓഫ് ക്ലോസസ്. ക്ലോസ് 5.3 എ ചേഞ്ച് ഇൻ ഓണർഷിപ്പ് ഹാസ് ഒക്കേർഡ് ഇൻ ബ്രീച്ച് ഓഫ് പ്രൊവിഷൻസ് ഓഫ് ക്ലോസ് 5.3. അതായത് ഈ ചേഞ്ച് ഇൻ ഓണർഷിപ്പ് ഹാസ് ഒക്കേർഡ് ഇൻ ബ്രീച്ച് ഓഫ് പ്രൊവിഷൻ, അത് ക്ലോസ് 5.3 ചേർത്ത് വായിക്കണം. അപ്പോൾ ക്ലോസ് 5.3 ഞാൻ നേരത്തെ വായിച്ചു, അതായത് പ്രയർ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഷെയർ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ മുൻകൂർ അനുമതി വാങ്ങാതെ നേരിട്ടോ പരോക്ഷമായോ ഏതെങ്കിലും തരത്തിൽ ഉടമസ്ഥാവകാശത്തിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്ന ഒരു ഓഹരി കൈമാറ്റം നേരിട്ടോ പരോക്ഷമായോ അദാനി ഗ്രൂപ്പ് നടത്താൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്തുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖ കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള സർക്കാരിൻ്റെ വരുമാനം സംബന്ധിച്ച് ഒരുപാട് പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും നിയമപരമായ വ്യവസ്ഥ വളരെ ക്ലിയർ ആണെന്ന്, ആ ഒരു ചട്ടം, ആ ഒരു കരാർ ലംഘനം ഇവിടെ അദാനി നടത്തി എന്നുള്ളതാണ്. അപ്പോൾ ആ കരാർ ലംഘനം ഗൗരവമായി സംസ്ഥാന സർക്കാർ പരിഗണിക്കേണ്ടതാണ്. അത് എങ്ങനെ പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഇവിടെ അദാനിയുടെ അപേക്ഷ സംസ്ഥാന സർക്കാരിന് മുൻപാകെ വന്നിരിക്കുകയാണ്. എന്താണ് അപേക്ഷ? ഈ ഓഹരി ട്രാൻസാക്ഷന് അനുമതി വേണം എന്നതാണ് അപേക്ഷ വന്നിരിക്കുന്നത്. എങ്ങനെയാണ്? 13,000 കോടി രൂപയാണ് 13,000 കോടി രൂപയാണ് അദാനിയുടെ 49% ഓഹരികൾ കൈമാറ്റം ചെയ്യുന്നതിലൂടെ ആഗോള ഷിപ്പിംഗ് കമ്പനിയായ MSC ഇപ്പോൾ നിക്ഷേപിക്കാൻ പോകുന്നത്. ആ 13,000 കോടി രൂപ അദാനിക്ക് നൽകാൻ പോവുകയാണ്. രണ്ടാം ഘട്ട വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസനത്തിന് ഒരുപക്ഷെ 16,000 കോടി രൂപ അദാനി നിക്ഷേപിക്കുമെന്ന് നേരത്തെ കരാറിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ പണം നിക്ഷേപിക്കാൻ പോകുന്നത്. പക്ഷേ ഈ തുറമുഖത്തിൻ്റെ കുത്തകാവകാശം ഒരുപക്ഷെ MSC കമ്പനിയിലേക്ക് പോകാനുള്ള സാധ്യതയൊക്കെയാണ് പ്രതിപക്ഷം വലിയ ആക്ഷേപമായി പറയുന്നത്. ഒരുപക്ഷെ ഈ MSC കമ്പനി നല്ല കമ്പനിയായിരിക്കും, ചിലപ്പോൾ ഈ നടത്തുന്ന കാര്യത്തിൽ അദാനിയേക്കാളും നല്ല കമ്പനി ആയിരിക്കും ചിലപ്പോൾ MSC കമ്പനി. കാരണം ഈ രാജ്യത്തോട് എന്തെങ്കിലും വലിയ താല്പര്യമുണ്ടെങ്കിൽ ഇത്രയും ഒരു പോർട്ട് ഇതുപോലെ അദാനി മറ്റൊരു വിദേശ കമ്പനിക്ക് വിൽക്കില്ലല്ലോ. അപ്പോൾ ഏതായാലും ഈ ഒരു കരാറിൻ്റെ ഭാഗമായി അദാനിക്ക് വലിയ നേട്ടമുണ്ടാകാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ അദാനി വലിയ ധൈര്യം കാട്ടിയിരിക്കുന്നു. കാരണം സംസ്ഥാന സർക്കാരിനോട് ചോദിക്കാതെ ഏകപക്ഷീയമായി ഇങ്ങനെയൊരു തീരുമാനം എടുക്കാൻ അദാനി വലിയ ധൈര്യം കാട്ടിയിരിക്കുന്നു. ആ ധൈര്യം അദാനിക്ക് എവിടെ നിന്ന് കിട്ടി എന്നത് വലിയ ചോദ്യമാണ്. ആ ധൈര്യമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. അത് ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ സർക്കാരിന് ധൈര്യമുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഈ വിഷയത്തിൽ അദാനിയെ കയറൂരി വിടുകയാണെങ്കിൽ, ഈ വിഷയത്തിൽ അദാനിയെ തടയാതെ, ഇത്തരം കാര്യങ്ങൾ അദാനിയോട് ചൂണ്ടിക്കാണിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും ഇനിയും ഒരുപാട് നിയമലംഘനങ്ങൾ, ഒരുപാട് ചട്ടലംഘനങ്ങൾ, ഒരുപാട് കരാർ ലംഘനങ്ങൾ അദാനി നടത്തുമെന്ന് ആരും ഇവിടെ ചോദിക്കില്ല. ഇപ്പോഴത്തെ ഒരു സംവിധാനം അനുസരിച്ച് അദാനിക്ക് എന്തും
ചെയ്യാം എന്നുള്ളൊരു സാഹചര്യമാണല്ലോ. അങ്ങനെ അല്ലെങ്കിൽ അദാനി ഇത് ചെയ്യില്ല, ഒരു കാരണവശാലും ചെയ്യില്ല. ഈ ക്ലോസ് ഈ കരാറിൽ എഴുതി വെച്ചിരിക്കുന്ന ഈ ക്ലോസ് പ്രകാരം സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയില്ലാതെ ഒരു കാരണവശാലും അദാനിക്ക് 49% ഓഹരികൾ ഇതുപോലെ വിൽക്കാൻ പറ്റില്ല. ഇതുപോലെ വിറ്റു എന്നൊരു കരാറുണ്ടാക്കിയ ശേഷം അത് സെബിയെ അറിയിക്കുന്ന ഒരു ധൈര്യം അദാനി ഒരു കാരണവശാലും കാട്ടില്ല എന്ന കാര്യം ഉറപ്പായിരുന്നു. അപ്പോൾ അദാനിക്ക് വലിയ ധൈര്യമുണ്ടായിരിക്കുന്നു. ആ ധൈര്യം എവിടെ നിന്ന് കിട്ടി എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊരു രാഷ്ട്രീയ ചോദ്യം കൂടിയാണ്. പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അദാനിയിലെ പ്രധാനപ്പെട്ട വ്യക്തികളുമായി VD സതീശൻ കൂടിക്കാഴ്ച നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വിവാദ സാഹചര്യങ്ങളുണ്ട്. അദാനിയിലെ ആ പ്രധാനപ്പെട്ട വ്യക്തിയെ കാണാനായി ചാർട്ടേഡ് വിമാനത്തിൽ മംഗലാപുരത്തേക്ക് VD സതീശൻ പോയത് എന്തിനാണ്, അതിൻ്റെ പണം ആരാണ് നൽകിയത് എന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ യാത്രയാണോ അദാനിക്ക് ഈ ഒരു ധൈര്യം നൽകിയത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇവിടെ വലിയ ചട്ടലംഘനം അദാനി നടത്തിയിരിക്കുന്നു. അദാനിയെ ആ ചട്ടലംഘനത്തിൽ തടയാനുള്ള എല്ലാ ക്ലോസും ഈ കരാറിൻ്റെ ഭാഗമായിട്ടുണ്ട്. ആ വ്യവസ്ഥകൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അദാനി ഇപ്പോൾ നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ അദാനി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന ഈ ഓഹരി കൈമാറ്റ തീരുമാനം റദ്ദാക്കാൻ, അത് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെടാൻ ഈ സർക്കാരിന് രാഷ്ട്രീയമായ നട്ടെല്ലുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഇവിടെ. Meet the editors.